ആദ്യം കെ രമയിലേക്ക് പോകുന്നു. കെ രമ, ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് ഉന്നതതല യോഗം വിളിച്ച് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഗോവിന്ദച്ചാമി ചാടിപ്പോയ സംഭവത്തിൽ സമഗ്രാന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകമായൊരു അന്വേഷണമുണ്ട്. അതിൽ മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് റിട്ടയർഡ് CN രാമേന്ദ്രൻ നായരും സംസ്ഥാന മുൻ പോലീസ് മേധാവി ജേക്കബ് പുന്നൂസും പ്രത്യേക അന്വേഷണം നടത്താനും തീരുമാനമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന തീരുമാനങ്ങൾ അതിൽ തൃപ്തിയുണ്ടോ? നോക്കൂ സ്മൃതി, ഇതൊക്കെ പ്രഹസനങ്ങളാണ്. ഇത് നമ്മൾ ഒരുപാട് കാലമായി കാണുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു വിഷയമല്ല. ജയിലുകളിലുള്ള തടവുകാരുടെ വിഷയങ്ങൾ, അത് തടവുകാർ ജയിലുകൾ നിയന്ത്രിക്കുന്ന സാഹചര്യം, അവിടെ മതിയായ ഉദ്യോഗസ്ഥന്മാരില്ലാത്ത വിഷയം, ആവശ്യത്തിൽ കവിഞ്ഞ് തടവുകാരെ അതിൽ പ്രയോഗിക്കും, അത്രയും ജീവനക്കാരില്ലാത്ത വിഷയങ്ങൾ, ഇതൊക്കെ നിരവധി തവണ നമ്മൾ നിയമസഭയിൽ ഉൾപ്പെടെ ഉന്നയിച്ചതാണ്. ആ ഉന്നയിച്ചതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? ഇപ്പോ ഈ നമ്മുടെ ഗോവിന്ദച്ചാമി സൗമ്യ വധക്കേസിലെ പ്രതിയുണ്ടല്ലോ, നാടകീയമായ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു. സിനിമയെപ്പോലും വെല്ലുന്ന രൂപത്തിലുള്ള രംഗങ്ങളാണ് നമുക്ക് ഈ തടവ് ചാട്ടവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ സിനിമയൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് എനിക്കൊന്നുമില്ല. മാസങ്ങളായിട്ടുള്ള പ്രിപ്പറേഷൻ ആണെന്ന് പറയുന്നു. ഒറ്റ കൈയുള്ള ഒരാള് ഒരു കമ്പി മുറിച്ച് പുറത്ത് കടക്കുന്നു, എന്നിട്ട് അവിടെ തുണി വരിഞ്ഞു കിട്ടുന്നു, അവിടുന്ന് മതില് ചാടുന്നു, അവിടെ ഫുൾ CCTV ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഈ തടവുകാരെ ദിവസവും പരിശോധിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടില്ല. ഇതൊന്നും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നോക്കൂ സുമതി, നമ്മൾ ഈ വിഷയത്തിൽ കാണേണ്ട ഒരു കാര്യം, കണ്ണൂർ ജയിലിലെ ഒരു വിഷയങ്ങളെ സംബന്ധിച്ച് ഇത് ഇന്നോ ഇന്നലെയോ മിനിയാന്നോ ഒന്നും തുടങ്ങിയതല്ല. പല പ്രാവശ്യം ഈ വിഷയം നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അധികാരികളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ, മുഴുവൻ പ്രതികളെയും താമസിപ്പിച്ചിരിക്കുന്ന ഒരു ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. ഈ ജയിൽ നിയമങ്ങൾ പ്രകാരം തന്നെ ഒരു കേസിലെ എല്ലാ പ്രതികളെയും ഒരു ജയിലിൽ താമസിപ്പിക്കാൻ പറ്റുമോ, അവിടെ പാർപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇവരൊന്ന് പരിശോധിക്കണം. ജയിൽ ഉപദേശക സമിതിയൊക്കെ ഉണ്ടല്ലോ, ഉപദേശക സമിതിയിലെ വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ആ നേതാക്കന്മാർ ഈ കാര്യങ്ങളൊന്ന് പരിശോധിക്കണം. അങ്ങനെയാണോ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ട് ഈ കേസിലെ പ്രതികൾ മുഴുവൻ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ താമസിക്കുന്നു എന്നുള്ള പരിശോധന ആദ്യം നടത്തണം. നമുക്ക് ഓർമ്മയുണ്ട്, കൊടിസുനി വിയൂർ ജയിലിലായിരുന്ന സമയത്ത് അവിടെ നടത്തിയ ഉദ്യോഗസ്ഥന്മാരെ, ജയിൽ ജീവനക്കാരെ വലിയ തോതിൽ മർദ്ദിച്ചു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് തവനൂർ ജയിലിലേക്ക് മാറ്റി. ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്മൃതി ഉൾപ്പെടെ ചർച്ച ചെയ്തതാണ്. ഏകദേശം 4-5 വർഷമായിട്ടത്, 2-3 വർഷം കഴിഞ്ഞെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇപ്പൊ സുനി എവിടെയുള്ളതെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇപ്പോൾ ആ സുനിയുള്ളത് കണ്ണൂർ സെൻട്രൽ ജയിൽ. എങ്ങനെയാണ് വന്നത്? അവരെ ഒരു കേസുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ കൊണ്ടുവരേണ്ടതുകൊണ്ട് കോടതിയിൽ ഒരു അപേക്ഷ കൊടുക്കുകയാണ് സുനി, താൽക്കാലികമായി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ മാറ്റണം. പക്ഷെ എന്തുകൊണ്ട് ആ താൽക്കാലികം ഇപ്പോഴും അവിടെ ഉണ്ടാകുന്നു? മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സ്മൃതി, നമ്മൾ അറിയേണ്ട, പൊതുസമൂഹം അറിയേണ്ട ഒരു കാര്യം, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിരവധി ബ്ലോക്കുകൾ ഉണ്ടാകും. അതിൽ 4-മത്തെയും 2-മത്തെയും ബ്ലോക്ക്, ഈ 4-2 ബ്ലോക്കിലുള്ള തടവുകാർ ആരൊക്കെയാണ്? ഈ 4-2 ബ്ലോക്കിലെ നിയന്ത്രിക്കുന്നത് ആരാണ്? അവിടെ നിയന്ത്രിക്കുന്നത് ജയിലിലെ പ്രത്യേകമായിട്ട് മേസ്ത്രി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ മേസ്ത്രിക്ക് വാർഡന്റെ അതേ ഉത്തരവാദിത്തങ്ങളാണ്. വാർഡൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ ഉത്തരവാദിത്തങ്ങൾ ഈ മേസ്ത്രിമാർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ 2-മത്തെയും 4-മത്തെയും ബ്ലോക്കിലെ മേസ്ത്രിമാർ ആരാണെന്നറിയാമോ നിങ്ങൾക്ക്? 4-മത്തെ ബ്ലോക്കിൽ TK രജീഷ്, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി TK രജീഷ്. 2-മത്തെ ബ്ലോക്കിൽ അണ്ണൻ സിജിത്ത്. ഇതല്ലെങ്കിൽ, ഇത് വസ്തുതയല്ലെങ്കിൽ പറയാം, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM-ന്റെ പ്രതിനിധിക്കോ ഗവൺമെന്റിന്റെ പ്രതിനിധിക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിഷേധിക്കാം. ഞാൻ ആരോപണം ഉന്നയിക്കുന്നു, ഈ 4-2 ബ്ലോക്കിലെ ബ്ലോക്ക് നിയന്ത്രിക്കുന്നത് TP കേസിലെ പ്രതികളാണ്. എങ്ങനെയാണ് ഇവർ വരുന്നത്? ഈ മേസ്ത്രിമാരുടെ ഡ്യൂട്ടി എന്താണെന്ന് അറിയോ? ആ ബ്ലോക്കിലേക്ക് ആരെങ്കിലും പ്രവേശിക്കണമെങ്കിൽ, ആ ബ്ലോക്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടത്തണമെങ്കിൽ സൂപ്രണ്ടിന് എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് ഈ മേസ്ത്രിമാർ. ആ മേസ്ത്രിമാർ എന്ന് പറയുന്നത് ഈ കേസിലെ കൊടും ക്രിമിനലുകളായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികളാണ് ഈ ജയിൽ ഭരിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിൽ ഭരിക്കുന്നത് TP കേസിലെ പ്രതികളാണ് എന്ന് ഞങ്ങൾ ഇന്ന് ആരോപിക്കുന്നതല്ല.
എത്ര പ്രാവശ്യം ഈ ആരോപണം ഉന്നയിച്ചു? നിയമസഭയിൽ ഉൾപ്പെടെ ഈ വിഷയം പറഞ്ഞില്ലേ? ഒരു പരിശോധന നടത്താൻ തയ്യാറായോ? ഈ ജയിലിൽ ഈ പ്രതികൾ ഉപയോഗിക്കുന്ന ഫോണുകൾ, ജയിലിൽ ഫോൺ ഉപയോഗിക്കാൻ പാടുണ്ടോ? സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പാടുണ്ടോ? ഈ കേസിലെ പ്രതികളുടെ കയ്യിലെല്ലാം ഇപ്പോഴും ഫോണുണ്ട്. എല്ലാവരും ഇപ്പോഴും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പല സമയങ്ങളിൽ അവിടുന്ന് ചില സെൽഫികളും ചില വീഡിയോകളൊക്കെ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതറിയുന്നുണ്ടോ ജയിൽ അധികാരികൾ? ഇതറിയുന്നുണ്ടോ ജയിൽ ഉപദേശക സമിതി അംഗങ്ങൾ? എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? അപ്പൊ ഇത് ആരാണ് ഈ ക്രിമിനലുകളെ ഈ തരത്തിൽ അഴിച്ചുവിടുന്നത്? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണോ? എങ്ങനെയാണ് ഈ നിയന്ത്രണങ്ങൾ ഇവരുടെ കയ്യിലേക്ക് വരുന്നത് എന്നുള്ള വിഷയം. ഈ കൊടിസുനി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പൊ വീണ്ടും അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. അവിടെ ഒരു കണ്ണൂർ സെൻട്രൽ ജയിൽ പരിശോധിച്ചാൽ നമ്മൾ ആ ജയിലിൽ പോയിട്ടില്ല, പക്ഷേ പുറത്തു വരുന്ന ചില വിവരങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.